മണലാരണ്യത്തിൽ കാണാതായ മകന്റെ മടങ്ങിവരവിനു വേണ്ടി ഒരമ്മ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് 1.5 വർഷം പിന്നിടുന്നു. ജോലി തേടി വിദേശത്ത് പോയ മകന്റെ ഒരു വിളിയെങ്കിലും വന്നാൽ മതിയെന്ന പ്രതീക്ഷയിൽ കണ്ണീർ വറ്റി കാത്തിരിക്കുകയാണ് ഈ അമ്മ. തിരുവല്ല ഇരുവള്ളിപ്ര റെയിൽവേ അടിപ്പാലത്തിന് സമീപം മുളമൂട്ടിൽ ചുടുകാട്ടുമണ്ണിൽ സാറാമ്മ വർക്കിയാണ് തന്റെ മകന്റെ വരവിനായി കാത്തിരിക്കുന്നത്. 2023 ജൂണിലാണ് പരേതനായ CV വർക്കിയുടെയും സാറാമ്മയുടെയും മകൻ 48 വയസ്സുള്ള സാം വർക്കിയെ ഷാർജയിലെ അജ്മാനിൽ നിന്ന് കാണാതായത്. ആലപ്പുഴ തലവടി സ്വദേശി കബീർ എന്ന ഏജന്റ് മുഖേന വിസിറ്റിംഗ് വിസയിൽ 2023 മെയ് മാസം 5-നാണ് സാം വർക്കി ഷാർജയിൽ എത്തിയത്. ആദ്യത്തെ ഒരു മാസം സാം വീടുമായി നിരന്തര സമ്പർക്കം പുലർത്തിയിരുന്നു. പിന്നീട് ഇന്നുവരെ സാമിനെക്കുറിച്ച് ഒരു വിവരവുമില്ല. 2023 മെയ് മാസം 7-ാം തീയതി ഇവിടുന്ന് വിസിറ്റിംഗ് വിസയിൽ ദുബായിക്ക് പോയതാണ്. ഒരു മാസത്തോളം അമ്മച്ചിയുമായിട്ട് കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു. കബീർ എന്ന് പറയുന്ന ആലപ്പുഴ സ്വദേശി കബീർ എന്ന് പറയുന്ന ഏജൻറ്റ് വഴിയാണ് വിസിറ്റിംഗ് വിസയിൽ നമ്മൾ സാമിനെ കയറ്റി വിടുന്നത്. അപ്പം നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളൊരു പയ്യനായിരുന്നു. ആ പയ്യന് നല്ല ജോലി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പോയതാണ്. വിസിറ്റിംഗ് കാലയളവിൽ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ സഹിതം അവന് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അതൊന്നും ലഭിക്കാതെ വന്നപ്പോൾ വീടുമായിട്ട് കോണ്ടാക്ട് ചെയ്യുകയും 2 പ്രാവശ്യത്തോളം ചിലവിന് വേണ്ടിയിട്ട് നാട്ടിൽ നിന്ന് ക്യാഷ് അമ്മച്ചി മുഖേന സാമിനെ എത്തിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് ജൂൺ 21-ാം തീയതി വരെ സാമ് അമ്മയുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അടുത്തുള്ള ആ റൂമിൽ തന്നെ താമസിച്ച സാമിൻ്റെ കൂടെ വിസിറ്റിംഗ് വിസയിൽ പോയ ആലപ്പുഴ സ്വദേശി അനീഷ് മധു എന്ന പയ്യനാണ് സാമിനെ കാണാനില്ലെന്നുള്ള വിവരം നാട്ടിൽ അറിയിക്കുകയും അതിനുശേഷം ഒരു മാസത്തിന് ശേഷം അനീഷ് എന്ന് പറയുന്ന യുവാവിന് ജോലി ലഭിക്കാതെ വരികയും പുള്ളിക്കാരൻ വിസിറ്റിംഗ് വിസയുടെ കാലാവധി തീരുന്നതിന് മുമ്പ് നാട്ടിലെത്തുകയും ചെയ്തു. ഇനി എങ്ങാനും സാമു കറങ്ങി തിരിഞ്ഞ് വന്നാലോ എന്ന് കരുതി സാമിൻ്റെ ബാഗടക്കം വിസ പാസ്പോർട്ടടക്കം ഈ അനീഷ് മധു എന്ന് പറയുന്ന പയ്യൻ അടുത്തുള്ളൊരു റൂമിലെ ഒരാളിനെ ഏൽപ്പിച്ച് പുള്ളിക്കാരൻ നാട്ടിലോട്ട് വരികയാണ് ചെയ്തത്. അതിനുശേഷം അമ്മയ്ക്ക് വളരെ ദുഃഖത്തിലാണ്. മുട്ടാത്ത വാതിലുകളില്ല. DYSPക്കും മുൻ രാജ്യസഭാ ഉപാധ്യക്ഷൻ PJ കുര്യൻ സാറിനും ഒക്കെ നമുക്കറിയാവുന്ന രീതിയിൽ ഉള്ള അന്വേഷണങ്ങളെല്ലാം ലോക്കലായാലും ഇൻ്റർനാഷണലായാലും എല്ലാ രീതിയിലും നടത്തിയിട്ടുണ്ട്. അവിടെ നിന്നും സാമിനെക്കുറിച്ച് ഒരറിവും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് അമ്മച്ചി വളരെ ദുഃഖത്തിലാണ്. സുഖമില്ലാത്ത അമ്മയാണ്. ഏക മകനാണ് ആശ്രയമായിട്ടുണ്ടായിരുന്നത്. ഒറ്റ മകനെയാണ്, മകളില്ല. മകളെ വിവാഹം കഴിച്ച് കുടുംബമായിട്ട് താമസിക്കുകയാണ്. ഇപ്പം അമ്മയുടെ ഇവിടെ ഒറ്റയ്ക്കാണ് അമ്മ താമസിക്കുന്നത്. അതുകൊണ്ട് അമ്മയുടെ ദുഃഖത്തിന് എത്രയും വേഗം ഒരു പരിഹാരം കണ്ടെത്തണമെന്ന് നാട്ടുകാരായ ഞങ്ങൾക്കും അവനെവിടെ പോയി എന്നുള്ളത് അറിയാൻ ഉള്ള ആഗ്രഹമുണ്ട്. ഇവിടെ സൂചിപ്പിച്ച പ്രകാരം മാതാവും ഇവിടെ ആ കാര്യങ്ങളെല്ലാം വളരെ വസ്തുനിഷ്ഠമാണ്. ഞങ്ങൾ മാതാവിന് ഏതാണ്ട് 74 വയസ്സുണ്ട്. അപ്പം പല പൊതുപ്രവർത്തകരും എല്ലാവരോടും കൂടിക്കൊണ്ട് ഈ മാതാവിൻ്റെ ഒരു വിഷയത്തിൽ ഞങ്ങളൊരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനു മുമ്പ് ഇന്ത്യ എംബസിയുമായിട്ട് ബന്ധപ്പെട്ടു. ഏതാണ്ട് 2023 മെയിൽ പോയതിനു ശേഷം ഒരു മാസത്തെ കോണ്ടാക്റ്റ് വന്നു. ഭർത്താവ് മരിച്ചുപോയി. ആകെ ഒരു മകളുണ്ട്. അത് ഇതിൻ്റെ പുറകെ നടന്ന് ഈ ഒരു വിഷയത്തിൻ്റെ പുറകിൽ നടന്ന് അവരുടെ നേഴ്സായിരുന്നു. ജോലി പോലും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അപ്പം വളരെ പതറ്റിക് കണ്ടീഷനാണ്. അപ്പം ഞങ്ങൾ നാട്ടുകാരെല്ലാവരോടും കൂടി കഴിഞ്ഞ ദിവസം പൊതുപ്രവർത്തനായ VR രാജേഷ് ഉണ്ട്, പിന്നെ സോല കാർഡോസ് ഇവിടെ സംസാരിച്ചത്. അങ്ങനെ ഞങ്ങൾ ഒന്നിച്ച് ചേർന്നുകൊണ്ടൊരു സംരംഭം പോലെ ഇതിനായിട്ട് ഞങ്ങൾ ഇറങ്ങിത്തിരിച്ചിരിക്കും. DYSP ഓഫീസിൽ കംപ്ലയിൻറ്റ് കൊടുത്തിട്ട് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് അവർ ശ്രമിച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ ഈ കൊണ്ടുപോയ കബീർ എന്ന് പറയുന്ന വ്യക്തിയും അതുപോലെ ഇദ്ദേഹത്തിൻ്റെ റൂംമേറ്റായിരുന്ന അനീഷ് മധു അദ്ദേഹവുമായിട്ട് നമുക്ക് കോൺടാക്ട് ചെയ്യാൻ നോക്കിയിട്ട് അവർ ഫോൺ നമ്പർ മാറി അവരെടുക്കാത്തൊരവസ്ഥയാണ്. അജ്മാനിൽ ആലപ്പുഴ സ്വദേശി അനീഷ് മധു എന്ന ആളിൻ്റെ കൂടെയാണ് സാം താമസിച്ചിരുന്നത്. വിസിറ്റിംഗ് വിസയിൽ വന്ന അനീഷിന് ജോലി ലഭിക്കാതിരുന്നതിനെ തുടർന്ന് ജൂലൈ മാസത്തിൽ അനീഷ് നാട്ടിലേക്ക് മടങ്ങി. സാമിൻ്റെ പാസ്പോർട്ട് ഉൾപ്പെടെയുള്ള രേഖകൾ അനീഷിൻ്റെ പക്കലായിരുന്നു. സാമിനെ കാണാതിരുന്നതിനാൽ ബന്ധപ്പെട്ട രേഖകളും പാസ്പോർട്ടും അടുത്ത മുറിയിൽ താമസിച്ചിരുന്ന അക്ബർ എന്ന ആളെ ഏൽപ്പിച്ചിരുന്നു. ഇവരോടൊക്കെ അന്വേഷിച്ചെങ്കിലും സാമിനെ പറ്റി ഒരു വിവരവും ലഭിച്ചില്ല. സാമിനെ കാണാതായെന്ന് ഉറപ്പിച്ചതോടെ ബന്ധുക്കൾ UAE-യിലെ ഇന്ത്യൻ എംബസിയിൽ ബന്ധപ്പെട്ടെങ്കിലും ഒരു മറുപടിയും ഉണ്ടായില്ല. സാമിൻ്റെ സഹോദരിയെ നേരത്തെ വിവാഹം കഴിപ്പിച്ചയച്ചതിനാൽ അമ്മയുടെ ഏക ആശ്രയം സാം ആയിരുന്നു. 74 വയസ്സുള്ള സാറാമ്മ വർക്കി ഇപ്പോൾ വാർദ്ധക്യ സഹജമായ രോഗങ്ങളാൽ ബുദ്ധിമുട്ടുകയാണ്. ഈ വിഷയത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തരമായി ഇടപെടണമെന്നാണ് ഈ അമ്മയുടെ ആവശ്യം.
ഷാർജ മലയാളി അസോസിയേഷനും മറ്റു മലയാളി സംഘടനകളും സാം വർക്കിക്ക് വേണ്ടി അന്വേഷണം ആരംഭിക്കണമെന്ന് പൊതുപ്രവർത്തകരായ വി ആർ രാജേഷ്, ഷിബു ഇരുവള്ളിപ്ര, സോജ കാർഡോസ് എന്നിവർ ആവശ്യപ്പെട്ടു.